ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 5ാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസ് വർക്ക്ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ ഇതായിരുന്നു പറഞ്ഞത്, മെറ്റീരിയൽസ് മേ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ത്രൂ ദം. പ്രകാശം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യമാണ്. 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അലോ ലൈറ്റ് ടു പാസ് ത്രൂ, അതായത് പ്രകാശത്തിനെ കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഗ്ലാസ് ഷീറ്റ്, എയർ, വാട്ടർ, ഡയമണ്ട്, പിന്നെ സെല്ലോഫെയിൻ. സെല്ലോഫെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതിയാനൊക്കെ ഉപയോഗിക്കുന്ന കട്ടി കുറഞ്ഞ വസ്തു തന്നെയാണ് സെല്ലോഫെയിൻ എന്ന് പറയാം. നെക്സ്റ്റ്, ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ, പ്രകാശത്തിനെ കടത്തി വിടാത്തത്. മെറ്റൽ വെസൽ, പിന്നെ ബ്രിക്ക്, ഇഷ്ടികയിൽ, ബുക്ക്, വാൾ, സ്റ്റോൺ. ദെൻ അലോ ലൈറ്റ് ടു പാസ് ത്രൂ പാർഷ്യലി, ഭാഗികമായിട്ട് പ്രകാശത്തിനെ കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഓയിൽ, പേപ്പർ, ബട്ടർ, ഗ്രൗണ്ട് ഗ്ലാസ്, ദെൻ തിൻ ഷീറ്റ് ഓഫ് പ്ലാസ്റ്റിക്, വാക്സ് പേപ്പർ. തിൻ ഷീറ്റ് എന്നാണ് കേട്ടോ, ഷീറ്റിൻ്റെ ഒരു ഈയും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി മലയാളം മീഡിയം ഉള്ളവർക്കുള്ളതാണ്. പ്രകാശം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ തരംതിരിക്കാം. പ്രകാശം കടത്തിവിടുന്നവ: ഗ്ലാസ് ഷീറ്റ്, ജലം, ഡയമണ്ട്, വായു, ലെൻസ്. കടത്തിവിടാത്തവ: തകരപ്പാത്രം, ഇരുമ്പ്, പുസ്തകം, ഇഷ്ടിക, മരക്കഷ്ണം. ഇനി ഭാഗികമായിട്ട് കടത്തിവിടുന്നവ: ഓയിൽ ഷീറ്റ്, പരുക്കൻ ചില്ല്, പരുക്കൻ കല്ലാണ് കേട്ടോ, പിന്നെ വെണ്ണ, തേൻ, പിന്നെ ചില പ്ലാസ്റ്റിക്കും ഒക്കെ പ്രകാശത്തിനെ ഭാഗികമായിട്ട്, പരുക്കൻ കല്ലല്ല ഇവിടെ ചില്ല് തന്നെയാണ്, പ്രകാശത്തിനെ ഭാഗികമായിട്ട് കടത്തിവിടുന്നതാണ്. അപ്പോൾ പരുക്കൻ ചില്ല് തന്നെയാണ് എൻ്റെ എക്സാമ്പിൾ. പരുക്കൻ ചില്ല്, വെണ്ണ, തേൻ, പിന്നെ ചില പ്ലാസ്റ്റിക്കും പ്രകാശത്തിനെ ഭാഗികമായിട്ട് കടത്തിവിടും. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. 1. ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ്, അതായത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ ഒപാക്ക് ഒബ്ജക്ട്സ്, അതായത് പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്തവയാണ് എന്ത്? ഒപാക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി. പാർഷ്യലി എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട്, അതായത് കുറച്ചൊക്കെ, ഇപ്പോൾ പ്രകാശനെ കുറച്ചൊക്കെ കടത്തിവിടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലുസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ മുമ്പ് കണ്ടത്, അതൊരു വർക്ക്ഷീറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.